നരകമെന്ന് പറയുന്നത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വരുന്ന സമയം മുതലാണ്. ഇന്നാണ് നീ മരിക്കുന്നതെങ്കിൽ പ്രായഭേദമില്ലാതെ കാരണമില്ലാതെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്നാണ് മരിക്കുന്നതെങ്കിൽ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയം മുതൽ നിസ്കാരമില്ലാത്തവനാണ്, വ്യഭിചാരിയാണ്, വ്യഭിചാരിണിയാണ്, കള്ളുകുടിക്കുന്നവനാണ്, ഹറാമിയത്തിന്റെ കൂത്തരങ്ങുകളിൽ ആണ്ടുപൂണ്ട് കടന്ന് ജീവിച്ചവനാണ് നീയെങ്കിലും നീ മരിക്കുമ്പോ ആ സമയത്ത് തന്നെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് ഒരു നരകാഗ്നിയുടെ തീജ്വാല പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മയമുണ്ടാവില്ല, ഒരു സമാധാനമുണ്ടാവില്ല. നരകത്തിന്റെ അടയാളം നിന്റെ മയ്യത്തിന്റെ മുഖത്ത് അല്ലാഹു തരുന്നതാണ്. റബ്ബേ, ഞങ്ങളെ കാക്കടയല്ലോ. നരകത്തിന്റെ അടയാളം നിന്റെ മുഖത്ത് അല്ലാഹു തരുന്നതാണ്. നരകം കണ്ട് ഭയന്നവനെ പോലെ നീ മരിച്ചു കിടക്കുന്നവനോ, നരകം കണ്ട് ഭയന്ന് കണ്ണു പുറത്തേക്ക് വന്ന് അല്ലാഹുവേ നീ അത്ഭുതത്തോടെ നരകത്തിന്റെ രംഗം കണ്ട് നീ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഉസ്താദുമാര് പറഞ്ഞപ്പോ ഗൗനിച്ചില്ലല്ലോ, ഖുർആൻ ഒരാ സമയം കിട്ടിയിട്ട് ചെയ്തില്ലല്ലോ, ഉള്ള സമ്പാദ്യം മുഴുവനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി ചെലവഴിച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കപ്പെട്ട് അസ്റായിലിനെ പിടികൊടുത്തിട്ട് നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയും തീഗോളം കണ്ണിലൂടെ ഉരുണ്ടു വരുന്ന ഭയാനകരമായ രംഗം ഒരു നരകാവകാശി അസ്റായിലിനെ കാണുന്നത് അസ്റായിലിന്റെ തല ആകാശത്ത് നിൽക്കുന്ന പോലെയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. മരണവേദനയും വെപ്രാളവും ഈ കാഴ്ചയും ഭയപ്പാടും എല്ലാം കൂടിയായി കണ്ണ് പുറത്തേക്ക് വന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന രംഗമല്ലോ. മജ്‌ലിസുന്നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. മജ്‌ലിസുന്നൂറിന്റെ ഹക്ക് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ അവസാന സമയം നീ ഭംഗിയാക്കണേ അല്ലോ. അങ്ങനെ ആ സമയം മുതലാണ് പെണ്ണയ നരകം വരുന്നത്. മക്കൾ നിന്റെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ വലിച്ചൂരിയെടുത്തിട്ട് കരയുകയാണ്. ഉമ്മ കരയുന്നു, മക്കള് കരയുന്നു, കുടുംബം കരയുന്നു, ഭർത്താവും ഭാര്യയും കരയുന്നു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദിമുല്ലദ്ദാത്ത്, സർവരസങ്ങളെയും മുറിച്ചു കളയുന്നതാണെന്ന് പറഞ്ഞ എല്ലാ രസങ്ങളും അവസാനിച്ചു പോവുകയാണ്. ആ യാത്രയങ്ങോട്ട് തുടങ്ങുമ്പോ തന്നെ സബാനിയത്തിന്റെ മലക്കുകള്, നരകത്തിന്റെ മലക്കുകള് ഇരുമ്പിന്റെ ദണ്ഡുകളുമായിട്ട് വന്ന് അടിക്കുകയാണ്, ഇടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.